WJ സെക്രട്ടറി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. കിരൺ, ഇതിപ്പോൾ നമുക്കൊപ്പമുള്ള മാധ്യമപ്രവർത്തക, ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. അവരുടെ ജോലി ചെയ്യുകയായിരുന്നു. തത്സമയം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്തതിനാണ് ഇപ്പോൾ 5-ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞു എന്നുള്ളതാണ് സംഭവം. തത്സമയം വിവരങ്ങൾ നൽകി എന്നുള്ളതിന് 120(b)യും 308-ഉം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ. അതായത് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് പോലും വിലക്ക് എന്ന് മാത്രമല്ല, ഈ തരത്തിലേക്ക് പ്രതിയാക്കി വധശ്രമത്തിനടക്കം കേസെടുത്ത് പ്രതിയാക്കുന്നു എന്നുള്ളത് എത്രത്തോളം ഗൗരവതരമാണ്, എത്രത്തോളം ഭീകരമാണിത്? ഇത് കൃത്യമായും തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. മാധ്യമ പ്രവർത്തകർ സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും ഇത്തരം സംഭവങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾ അറിയുകയും നേരത്തെ അറിയുകയും ഒക്കെ ചെയ്യാറുണ്ട്. സാധാരണമാണ്. പലപ്പോഴും മുമ്പ് കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരം കരിങ്കൊടി പ്രതിഷേധങ്ങളും ഒക്കെ ഉള്ളപ്പോൾ മാധ്യമങ്ങളെ പലപ്പോഴും അവർ തന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും വിഷ്വൽ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയാണ് എന്നത് കരുതാനാവില്ല. അത് ഒരിക്കലും ഗൂഢാലോചനയല്ല. നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ കടമയാണ്. പോലീസോ അല്ലെങ്കിൽ സർക്കാരോ സംവിധാനങ്ങളോ അറിയുന്നതിന് മുമ്പ് പലപ്പോഴും ഇത്തരം രഹസ്യമായ വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ അറിയുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് നാട്ടിൽ നടക്കുന്ന വലിയ അഴിമതി പ്രവർത്തനങ്ങളടക്കം പുറത്തു കൊണ്ടുവന്നതുമൊക്കെ അങ്ങനെ ആരെങ്കിലും സർക്കാരോ അല്ലെങ്കിൽ പോലീസോ അറിയിച്ചിട്ടില്ല. അതെല്ലാം മാധ്യമങ്ങൾ പല വഴിക്ക് കൂടി സ്വന്തമായി തിരക്കി അറിഞ്ഞോ അല്ലെങ്കിൽ മറ്റു സോഴ്സുകളിൽ നിന്ന് അറിഞ്ഞോ ശേഷം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ അതിന് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് പറയുന്നത് നഗ്നമായ രീതിയിൽ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ലംഘനമാണ്. ഇതിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു. അല്ല, ഇതിലിപ്പോൾ ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ കാണേണ്ടതല്ലേ കിരൺ ബാബു? അതായത് 120(b)യും 308-ഉം ചുമത്തിയിരിക്കുകയാണ്. വകുപ്പുകൾ ഏറെ പ്രധാനമാണ്. ഇത്തരം ഒരു ഇതിന്റെ പേരിലാണ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമാണ് സാധാരണഗതിയിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തുന്നത്. നേരത്തെ തന്നെ പ്രവർത്തകരെ ഇത്തരത്തിൽ ഒരു കേസ് വന്നിരുന്നു. ആ കേസ് പിന്നീട് കോടതിയെ സമീപിച്ചു. കോടതി തന്നെ ആ കേസിൽ നിന്ന് അവരെ വിടുതൽ ചെയ്യണമെന്ന് കോടതി തന്നെ നിർദ്ദേശിക്കുകയും അവസാനം കിരൺ ബാബു, ഒരു കാര്യം കൂടി, KUWJ വിഷയത്തിൽ എങ്ങനെയാകും നിലപാട് സ്വീകരിക്കുക, എങ്ങനെയാകും ഇടപെടുക? ഇത്തരം വിഷയത്തിലെല്ലാം KUWJക്ക് ഉറച്ച നിലപാട് തന്നെയാണുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ആ വിഷയത്തിൽ ശക്തമായി തന്നെ KUWJ പ്രതിഷേധിക്കുകയും നിയമപരമായിട്ട് സാധാരണഗതിയിൽ സ്ഥാപനങ്ങളോ വ്യക്തികളോ ആണ് പോകുന്നതെങ്കിൽ അതിന് വേണ്ട സഹായം ചെയ്യുന്നു. ഇത്തരം കേസുകൾ സാധാരണ വ്യക്തികളാണ് പോകുന്നത്. അതല്ല, KUWJയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം വേണ്ട വിഷയമാണെങ്കിൽ, നിയമസഹായം വേണ്ട വിഷയമാണെങ്കിൽ അല്ല, ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കേണ്ടതല്ലേ KUWJ? അത് തന്നെയാണ് ഞാനിപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഈ വിഷയത്തിൽ KUWJ സർക്കാരിന്റെ നിലപാടിന്, പോലീസിന്റെ നിലപാട് മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ്. അതിൽ ശക്തമായി തന്നെ ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തു. നന്ദി കിരൺ ബാബു. KUWJ സെക്രട്ടറിയാണ് സംസാരിച്ചത്. വിചിത്രം.